യെസ്, കോൺഗ്രസ് പ്രതിനിധി തൗഫീഖ് രാജൻ കൂടി ചർച്ചയുടെ ഭാഗമാകുകയാണ്. ശ്രീ തൗഫീഖ് രാജൻ, ഇന്നത്തെ ബജറ്റിലേക്ക് നമ്മൾ വിരൽ ചൂണ്ടുന്ന ഘട്ടത്തിൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ 5 സാമ്പത്തിക ശക്തികളിൽ ഒന്നായി ഭാരതം എത്തി നിൽക്കുന്ന ഒരു ഘട്ടമാണ്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2047 വികസിത ഭാരതം സാക്ഷാത്കരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രഖ്യാപനങ്ങൾ ഓരോ ബജറ്റിലും കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട്. മുഖ്യ പ്രതിപക്ഷം എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടി ഇന്നത്തെ ഈ ബജറ്റ് ദിനത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ലോക സാമ്പത്തിക ശക്തിയായി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ശക്തിയായി അങ്ങ് സൂചിപ്പിച്ചതുപോലെ 5-1 നിലയിലേക്ക് ഇന്ത്യ പോലെ ഭാരതം പോലുള്ള ഒരു രാജ്യത്തെ എത്തിക്കുന്നതിൽ പ്രധാനമായും മൻമോഹൻ സിംഗിൻ്റെ സർക്കാർ വഹിച്ച പങ്ക്, അത് 2 UPA സർക്കാരും പ്രധാനമായും മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കെ നടത്തിയ സംഭാവനകളാണ്, അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഇടപെടലാണ് ഇത്തരത്തിൽ രാജ്യത്തെ ഈ പുരോഗതിയിലേക്ക് നയിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കത്തിൻ്റെയും സംശയത്തിൻ്റെ ആവശ്യമില്ല. കാരണം ഇന്ത്യ വലിയ രീതിയിൽ പ്രതിസന്ധി നേരിട്ട ഘട്ടങ്ങളിൽ ഇന്ത്യ വലിയ രീതിയിൽ പ്രതിസന്ധി അഭിമുഖീകരിച്ച സാഹചര്യത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക വൈദഗ്ധ്യം, അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഇടപെടലുകളൊക്കെ ഗുണകരമായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ടും വിലയിരുത്താൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകൾ. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇന്നത്തെ പ്രഭാതം, ഇന്ന് രാജ്യമടക്കം വലിയ രീതിയിൽ ഉറ്റുനോക്കുന്ന ഒരു കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ബഹുമാനപ്പെട്ട ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അല്പസമയത്തിനകം ഇന്ത്യൻ പാർലമെൻറ്റിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അത്ര ശുഭകരമല്ല കാര്യങ്ങൾ എന്നുള്ളതാണ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് ജനത്തിൻ്റെ സ്റ്റുഡിയോയിലേക്ക് വരുന്ന വഴിക്കാണ് പാചകവാതക വില, സിലിണ്ടറിൻ്റെ വില വർദ്ധിപ്പിച്ചു എന്നതടക്കം ഉള്ള വാർത്തകൾ പുറത്തു വരുന്നത്. 50 രൂപയാണ് ഈ വാണിജ്യ സിലിണ്ടറുകൾക്ക് വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഒരു ദിവസം തന്നെ ഇത്തരത്തിൽ ആശങ്കാജനകമായ വാർത്തയോടുകൂടി കേൾക്കേണ്ടി വരുന്നത് ശുഭകരമാണോ കാര്യങ്ങൾ എന്നുള്ള ഏറ്റവും പ്രസക്തമായ സാഹചര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇനി അങ്ങയിലേക്ക് വന്നാൽ ഏറ്റവും പ്രധാനമായും നമുക്കറിയാം, കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ പദ്ധതികൾ ഇംപ്ലിമെൻറ്റ് ചെയ്തത്, ഏറ്റവും കൂടുതൽ പദ്ധതികൾ പ്രഖ്യാപിച്ചത് മിഡിൽ ഇൻകം ക്ലാസ്സിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഉള്ള പദ്ധതികളും പരിപാടികളും ഒക്കെയാണ് ആസൂത്രണം ചെയ്യുകയും ആവിഷ്കരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അതിൽ കൂടി തന്നെ ലക്ഷ്യം വെച്ചത് കൂടുതൽ പണം അവരിലേക്ക് എത്തിക്കുക, ഈ മിഡിൽ ക്ലാസ് ആളുകളിലേക്ക് കൂടുതൽ പണം എത്തിക്കുക വഴി ഇന്ത്യയുടെ സാമ്പത്തിക സംവിധാനം, ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ അത് കൃത്യമായ തലത്തിൽ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം വെച്ചതെങ്കിൽ ഇവിടെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച്, സാമ്പത്തിക വിദഗ്ധർ അടക്കം ചൂണ്ടിക്കാട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് അത്ര ശുഭകരമല്ല കാര്യങ്ങൾ. ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക്, കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് ഇതിൻ്റെ റിസൾട്ട് ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഇൻഫ്ലേഷൻ റേറ്റ് അത് അത്ര ശുഭകരമല്ല, അത് താഴ്ന്നു നിൽക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ കഴിഞ്ഞ 25 വർഷത്തെ കണക്കെടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും താഴ്ന്ന ഇൻഫ്ലേഷൻ റേറ്റിലേക്ക് ഇന്ത്യ എത്തുന്നു എന്ന് പറയുമ്പോഴാണ് ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ എത്രത്തോളം ശുഭകരമാണ്, ഇന്ത്യയുടെ സാമ്പത്തിക മാധ്യമം അത് ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന തലത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ തന്നെ ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ ചില രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെ പരാമർശിക്കാതെ മുന്നോട്ട് പോകുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാട്ടാനുള്ളത് ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച പദ്ധതിയാണ്. ഒരുപക്ഷെ അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറി കേന്ദ്ര സർക്കാർ എല്ലാ കാലഘട്ടത്തിലും ഈ രാജ്യത്തിൻ്റെ ചരിത്രം തമസ്കരിച്ചുകൊണ്ട് ചരിത്രം മാറ്റി എഴുതാൻ, അല്ലെങ്കിൽ ദേശീയ നേതാക്കളെയൊക്കെ വിസ്മരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മഹാത്മാഗാന്ധിയുടെ പേരും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് ഉപയോഗിച്ച് നടത്തിയ അദ്ദേഹത്തിനോടുള്ള ആദര സൂചകമായി ഒരു വലിയ പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും അത് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുകയും വലിയ രീതിയിലുള്ള മുന്നേറ്റം സൃഷ്ടിക്കുകയും ചെയ്തൊരു സാഹചര്യത്തിൽ ആ പദ്ധതിയെ തന്നെ പൊളിച്ചെടുത്ത് നടത്തുന്ന നടപടികളടക്കം പ്രതിഷേധാർഹമാണ് എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിച്ച് മുന്നോട്ട് പോകട്ടെ. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ധനമന്ത്രി പാർലമെൻറ്റിൽ വെച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ ഒരുപക്ഷെ സാന്ദർഭികമായി സൂചിപ്പിക്കേണ്ടി വരികയാണ്. അതായത് വിവരാവകാശ നിയമത്തിൻ്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ അത് ഭരണനിർവഹണത്തിന് തടസ്സം നിൽക്കുന്നുവെന്നും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നുവെന്നുള്ള വിചിത്രവാദം അത് എത്രത്തോളം ശരിയാണ്? സാമ്പത്തിക അവലോകന റിപ്പോർട്ടിലെ പരാമർശമാണ്. അതായത് വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ അത് ഭരണനിർവഹണത്തിന് തടസ്സം നിൽക്കുന്നു, ഒപ്പം തന്നെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു എന്ന തരത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. അപ്പോൾ എന്തിനാണ് ഈ സുതാര്യമായിട്ടുള്ള വിവരാവകാശ നിയമത്തെ അടക്കം പുനഃപരിശോധിക്കണം എന്നുള്ള ആവശ്യത്തെ മുന്നോട്ട് വെക്കുന്നത് റിപ്പോർട്ടിലെ ചില പരാമർശങ്ങൾ തൗഫീഖ് ശ്രദ്ധിച്ചു.
നോക്കൂ, കയറ്റുമതിയിൽ റെക്കോർഡിടുകയാണ് നമ്മുടെ രാജ്യം. നടപ്പു സാമ്പത്തിക വർഷത്തിൽ 6.1% വളർച്ച നേടിയിട്ടുണ്ട്. ഇനി നടപ്പു സാമ്പത്തിക വർഷത്തിൽ 7.4 സാമ്പത്തിക വളർച്ച നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും വളർന്നു പന്തലിക്കുന്ന ഒരു രാഷ്ട്രമാണ് നമ്മുടേതെന്ന് വ്യക്തമാണ്. മറ്റൊന്നെന്താണ്, ആഗോള അസ്ഥിരതകൾക്കിടെയാണ് നമ്മൾ ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കണ്ടേ? ഇന്ത്യ തലയുയർത്തി നിൽക്കണം, ഇന്ത്യ തലയുയർത്തി പിടിച്ച് നിൽക്കണം എന്ന് തന്നെയാണ് എൻ്റെയും അങ്ങയുടെയും അടക്കമുള്ള ഈ രാജ്യത്തെ ഓരോ ജനാധിപത്യ വിശ്വാസിയുടെ ആഗ്രഹം. പക്ഷേ അതിനപ്പുറത്തേക്ക് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങയുടെ ഇടപെടൽ ഉണ്ടായത്. അപ്പോൾ എന്തിനാണ് ഇത്തരത്തിൽ ഈ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള പരാമർശമാണ്, അതും വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ആശങ്ക, അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് സാന്ദർഭികമായി ചോദിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളും. അതിനോടൊപ്പം തന്നെ അങ്ങ് ഇവിടെ ചോദിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ടായി. ഇപ്പോൾ ചോദിച്ച ചോദ്യം, അതായത് ഈ സാമ്പത്തിക വിദഗ്ധർ അങ്ങ് മുൻപ് സൂചിപ്പിച്ച ചില കണക്കുകൾ അടക്കം ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, മുൻ വർഷങ്ങളിലെ സുപ്രധാനമായിട്ടുള്ള ചില പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായി, പ്രഖ്യാപനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി. ആ പ്രഖ്യാപനങ്ങളിൽ പലതും, ആ പദ്ധതികൾ പലതും പാതി വഴിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഈ രാജ്യത്തുണ്ട്. പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിനൊപ്പം തന്നെ അത് പ്രായോഗികമായി അത് നടപ്പാക്കുന്ന തലത്തിലേക്ക് കൂടി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ സംസ്ഥാന ബഡ്ജറ്റ് കഴിഞ്ഞ ദിവസം അവതരിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങ് അത് വിലയിരുത്തി. അത് വോട്ട് ഓൺ അക്കൗണ്ട് ബഡ്ജറ്റാണ്. കാരണം അത് പ്രായോഗികമായി പ്രഖ്യാപനങ്ങൾക്കപ്പുറത്തേക്ക് അത് പ്രായോഗികമായി ഒന്നും തന്നെ നടപ്പാക്കാൻ അവർക്ക് കാലതാമസമില്ല. കാരണം 2 മാസത്തിനപ്പുറത്തേക്ക് ഒരു വലിയ അധികാരമാറ്റം കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നു. 2 മാസങ്ങൾക്കിപ്പുറം ഒരു വലിയ പ്രഖ്യാപനം നടത്തുന്നതിൽ എന്തർത്ഥമാണ് ഉള്ളത് എന്നുള്ള ചോദ്യമാണ് കേരളം ഒന്നടങ്കം ചോദിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതേ സാഹചര്യം തന്നെ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ വോട്ട് ഓൺ അക്കൗണ്ട് ബഡ്ജറ്റായി അത് മാറുമോ എന്നുള്ള സൂചനകളുണ്ട്. അതിലേക്ക് വന്നാൽ വളരെ കൃത്യമായി തന്നെ പറഞ്ഞാൽ മുൻ വർഷങ്ങളിലെ പല സുപ്രധാന പദ്ധതികളും, അത് ഏതൊക്കെ പദ്ധതികളാണ് എന്നതടക്കം ഞാൻ വ്യക്തമായി സൂചിപ്പിക്കാം. സ്റ്റാർട്ടപ്പുകൾക്കുള്ള സാമ്പത്തിക സഹായം, കാർഷിക വികസന പദ്ധതികൾ, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകൾ തുടങ്ങിയ വലിയ അവകാശവാദങ്ങൾ, ഏറെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കണ്ട പദ്ധതികളാണ്. ആ പദ്ധതികൾ വലിയ അവകാശവാദത്തോടു കൂടി അവതരിപ്പിച്ച ഇത്തരം പദ്ധതികളൊക്കെ തന്നെ നിർവഹണത്തിലെ പോരായ്മകൾ മൂലം ലക്ഷ്യം കാണാതെ പോകുന്നോ എന്നുള്ള വലിയ ആശങ്ക, ലക്ഷ്യം കാണാതെ പോകുന്നു എന്നുള്ള ഉത്തരം അതിന് നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഉദാഹരണമായി 2025-26 ബജറ്റിൽ സ്റ്റാർട്ടപ്പുകൾക്കായി പ്രഖ്യാപിച്ച 10,000 കോടി രൂപ, ആ 10,000 കോടി രൂപയുടെ പുതിയ ഫണ്ട് ഓഫ് ഫണ്ട് പദ്ധതി ഇതുവരെ പ്രവർത്തനക്ഷമമായിട്ടില്ല എന്ന് അങ്ങ് ഓർക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇതിനായിട്ടുള്ള കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പോലും ബഹുമാനപ്പെട്ട കേന്ദ്ര മന്ത്രിസഭ നൽകിയിട്ടില്ല. മന്ത്രിസഭയുടെ അനുമതിക്കോ അല്ലെങ്കിൽ അതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്കോ വേണ്ടി കാത്തിരിക്കുകയാണ്. അതായത് ഫണ്ട് ഓഫ് ഫണ്ട് പദ്ധതി 2025-26 ബജറ്റിൽ സ്റ്റാർട്ടപ്പുകൾക്കായി പ്രഖ്യാപിച്ചതാണ് 10,000 കോടി രൂപ. അപ്പോൾ ഈ പദ്ധതിയിൽ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇതുവരെ നൽകാൻ തയ്യാറായിട്ടില്ല. കേന്ദ്ര മന്ത്രിസഭയുടെ അനുമതി ഇത് സംബന്ധിച്ച് നൽകാൻ തയ്യാറാവാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ആധുനിക സാങ്കേതിക വിദ്യയായ AI, ഡീപ് ടെക് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള അടുത്ത തലമുറ സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കുമെന്നുള്ള വാഗ്ദാനം അത് ഇപ്പോഴും ആലോചനയിൽ മാത്രമായി ഒതുങ്ങുന്നു എന്നുള്ളിടത്താണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള, ഏറ്റവും ആശങ്കാജനകമായ സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാ കാലഘട്ടത്തിലും ഇന്ത്യയുടെ ഒരു അടിത്തറ, ഇന്ത്യയുടെ ഒരു പവർ എന്ന് പറയുന്നത് കാർഷിക മേഖലയാണ്. ആ കർഷകരെ മുന്നിൽ കണ്ട് കർഷകരെ പ്രധാനമായും സംരക്ഷിച്ച് മുൻനിർത്തി കൊണ്ടുപോയാൽ മാത്രമേ ഇന്ത്യ എല്ലാ കാലഘട്ടത്തിലും പൂർണ്ണ തലത്തിലേക്ക് സാമ്പത്തിക അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും ഇന്ത്യയുടെ സാമൂഹിക സാഹചര്യങ്ങളിലാണെങ്കിൽ പോലും ഒരു പൂർണ്ണ വളർച്ച കൈവരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ കൃഷിയെ രാജ്യത്തിൻ്റെ വളർച്ചാ എഞ്ചിനായി പ്രഖ്യാപിച്ചെങ്കിലും പ്രധാന പദ്ധതികളെല്ലാം തന്നെ പതിവ് പോലെ ചുവപ്പ് നാടിയിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് പരുത്തി കൃഷി, അത് പരുത്തി ഉൽപാദന ക്ഷമത വർദ്ധിപ്പിക്കാനുള്ള 5 വർഷത്തെ ദൗത്യമുണ്ട്. ഉയർന്ന വിളവ് നൽകുന്ന വിത്തുകൾക്കായുള്ള ദേശീയ ദൗത്യം എന്നിവ ഇതുവരെയും പ്രായോഗിക തലത്തിൽ എത്തിയിട്ടില്ല എന്നതടക്കം അങ്ങ് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവുന്ന സാഹചര്യമുണ്ട്. കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും നൽകുന്ന ഹ്രസ്വകാല വായ്പയുണ്ട്. ആ പരിധി 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമായി ഉയർത്തുമെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് ഇപ്പോഴും എക്സ്പെൻഡിച്ചർ ഫിനാൻസ് കമ്മിറ്റിയുടെ പരിഗണനയിൽ മാത്രമായി ഒതുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനോടൊപ്പം തന്നെ നിലവിൽ ശരാശരി 1.6 ലക്ഷം രൂപ മാത്രമാണ് കർഷകർക്ക് വായ്പയായി ലഭിക്കുന്ന സാഹചര്യമുള്ളത്. ഇത് മാറേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകുന്ന ഒരു സാഹചര്യമായിട്ടുണ്ട്. ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ അങ്ങയിലേക്ക് വീണ്ടും എത്താം.